ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ആകുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഒന്ന് എഴുന്നേറ്റാൽ മതി. കാരണം ഓഫാണല്ലോ, ഡ്യൂട്ടി ഇല്ലല്ലോ. അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ച് എൻ്റെ റൂമൊക്കെ പതിയെ വൃത്തിയാക്കി തുടങ്ങി. ഇന്നലെ വൈകിട്ട് പിന്നെ എൻ്റെ ക്ലീനിങ് ഡേ ആയതുകൊണ്ട് ഞാൻ അത്യാവശ്യം റൂമൊക്കെ വൃത്തിയാക്കിയായിരുന്നു. കിച്ചണായാലും വൃത്തിയാക്കിയത് കൊണ്ട് അധികം പണിയൊന്നുമില്ലായിരുന്നു. അങ്ങനെ പിന്നെ ചോറൊക്കെ കഴിച്ചു. നീര് നേരത്തെ തന്നെ സാമ്പാറൊക്കെ നേരത്തെ രാവിലെ അവൾ എഴുന്നേറ്റുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറും സാമ്പാറും ഉണക്കമീനുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ബ്ലസ്സിയുടെ മോള് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ വന്നു. അവിടെ കലാപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കലാപരിപാടിയുടെ കൂട്ടത്തിൽ നീതുവും കൂടി 0-8 കളിയോ SOS കളിയോ അങ്ങനെ എന്തൊക്കെയോ കളികളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബ്ലസ്സിയുടെ മോള് പോയപ്പോഴത്തേക്കും എൻ്റെ റൂമിൻ്റെ അവസ്ഥ വീണ്ടും ഇങ്ങനെയായി. അത് വീണ്ടും തിരിച്ച് പഴയ പോലെ ആക്കാനുള്ള പണിയായിരുന്നു. പിന്നീട് ആദ്യം തൊട്ടേ വീണ്ടും അടിച്ച് വാരി ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും ഞാൻ പണി തുടങ്ങി. പിന്നെ വല്ലപ്പോഴും ഫ്രൈഡിൽ ഒരു തവണയാണ് ബ്ലസ്സിയുടെ മോള് ജുവാന വരുന്നത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അവളെ കാണുമ്പോൾ എനിക്കെൻ്റെ മോളെയൊക്കെ ഓർമ്മ വരും. അങ്ങനെ പിന്നെ അവളുമായിട്ട് കുറേ കളിക്കുന്നതുകൊണ്ട് കുറേയൊക്കെ സമയം ഫ്രൈഡേ പോകും. സാധാരണ അല്ലേ ഞങ്ങൾ ഫ്രൈഡേ ഉറങ്ങിയാണ് തീർക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ജുവാന സമയം പോകും. ഞങ്ങൾ ഫൈറിയാലിൻ്റെ അവിടെ ഫൈറിയാലിൽ പോകാനല്ല പ്ലാന്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കോസ്മെറ്റിക് ഷോപ്പുണ്ട്. വലിയ ബിൽഡപ്പൊക്കെയാണ്. അവിടെ പോകാനാണ്. അങ്ങനെ പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു ഫാഷൻ ഷോ ഉള്ളതാണ്. ആ ഫാഷൻ ഷോ ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ റിസ്ക്കുള്ള പരിപാടിയാണ് ക്രോസ് ചെയ്ത് പോകുക എന്നുള്ളത്. അങ്ങനെ ക്രോസ് ചെയ്ത് നേരെ പിന്നെ ഞങ്ങൾ ഫൈറിയലിലേക്ക് പോയി. ശരിക്കും ഫൈറിയാലിൽ തൊട്ടടുത്താണ് ഈ കോസ്മെറ്റിക് ഷോപ്പ് ഉള്ളത്. അവിടേക്ക് പോകാനായിരുന്നു പ്ലാന്. പിന്നെ പോകുന്ന വഴിക്ക് എന്തുവല്ല ഫൈറിയാലുണ്ടല്ലോ, അങ്ങോട്ടത്ത് കയറാമെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് കയറി എല്ലാം ഒന്നും കണ്ടു. സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. അതുപോലെ വെറുതെ ഒന്ന് പോയി കണ്ടതേ ഉള്ളൂ. തുണിയായാലും മറ്റ് സാധനങ്ങളും എല്ലാ സൈഡും ഞങ്ങൾ ചുറ്റിലൊന്ന് കണ്ടിട്ട് വീണ്ടും നേരെ ഞങ്ങൾ കോസ്മെറ്റിക് ഷോപ്പിലേക്ക് നേരെ തിരിച്ചു. ഫൈറിയാലിന് തൊട്ടപ്പുറത്ത് തന്നെ ഈ ഷോപ്പിൽ അത്യാവശ്യം നല്ല എല്ലാ കളക്ഷനും ഉണ്ട്. ഓഫറുകൾ മിക്ക ദിവസവും കാണും. അങ്ങനെ ഓഫർ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ പോയത്. സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് 1-2 സാധനങ്ങൾ വാങ്ങിക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പം അങ്ങോട്ട് പോയെന്ന് തോന്നുന്നു. ഒരു 2 മന്തിന് ശേഷമാണ് പോയത്. 2 മന്തിൽ അതിന് മുകളിലായി അവിടെ പോയിട്ട്. ബോഡി വാഷും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 സാധനങ്ങൾ വാങ്ങിച്ചു. എൻ്റെ കൂട്ടത്തിൽ വെറുതെ വന്ന നീതുവും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് അവിടെ നിന്ന്. അത്യാവശ്യം നല്ല ഓഫറുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. 15-10 റിയാലിനൊക്കെ നല്ല സാധനങ്ങളുണ്ടായിരുന്നു. അവിടെ തന്നെ ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ പതിയെ പിന്നെ അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. അടുത്ത ലൊക്കേഷൻ എവിടെ? ഞങ്ങളങ്ങനെ വരുന്ന വഴിക്ക് ഫൈറിയാൽ കണ്ടപ്പോൾ അങ്ങോട്ട് കയറി. ഈ കോസ്മെറ്റിക് ഷോപ്പിനോട് ചേർന്ന് നമുക്ക് ഈ ഫൈറിയാൽ 1-2 ഉണ്ടാവും. ഞങ്ങൾ പിന്നെ അവിടെ ഒന്ന് കയറി. പിന്നെ പോകുന്ന വഴി നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മരിയെന്ന് അവൾ ഷവർമ്മ വാങ്ങിച്ചു. അവിടുന്ന് നേരെ ഓപ്പോസിറ്റുള്ള ചീസ് എന്ന് പറഞ്ഞ പിസയിൽ നിന്ന് ഞാൻ പിസയും വാങ്ങിച്ചിട്ട് ഞങ്ങൾ രണ്ടും നേരെ റൂമിലേക്ക് പോയി. നല്ലതായിട്ട് ഞങ്ങൾ നടന്ന് ഒരു പരുവമായി. അങ്ങനെ പിന്നെ റൂമിലൊക്കെ വന്ന് പിസയൊക്കെ കഴിഞ്ഞ് പിന്നെ കിടന്ന് ഉറങ്ങി. ഓക്കെ, ഗുഡ് നൈറ്റ്.